ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇത് പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് ശബരിമലയ്ക്ക് അയ്യപ്പ ദർശനത്തിനായി പോവുകയാണ്. വൈകുന്നേരം ഒരു 7 മണിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാലയിടാൻ പോയ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ കണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് ആദ്യമേ നമ്മൾ ഈ സാമിക്കഞ്ഞി എന്ന് പറയും. സാമിക്കഞ്ഞി വെച്ച് നമ്മുടെ ഓണാട്ടുകാര പ്രദേശത്ത് ഉള്ള ഒരു സമ്പ്രദായമാണ്. മലയ്ക്ക് പോകുമ്പോൾ കഞ്ഞി വെച്ച് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയും അങ്ങനെയൊരു ഇന്ന് കഞ്ഞി വെക്കാൻ പോവുകയാണ്. സ്വാമിക്കഞ്ഞിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞി ഉണ്ടാക്കാനുള്ള ഇതിലാണ്. രാവിലെ ക്ഷേത്രത്തിൽ വന്നു, കുടുംബക്ഷേത്രത്തിൽ വന്നു. ഇത് കുടുംബക്ഷേത്രമാണ്, നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അവിടെ വന്ന് തൊഴുത് ദേവിയെ വണങ്ങി ഇപ്പം നമ്മൾ കഞ്ഞി വെക്കാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം മലയ്ക്ക് പോകാൻ പോവുകയാണ്. അപ്പം ഇനി കഞ്ഞി വെക്കാൻ വേണ്ടി അടുപ്പിൽ തീ കൊളുത്താൻ പോവുകയാണ്. അടുപ്പിൽ തീ കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പം അതിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ്ട് തിരി കൊളുത്തുകയാണ്. നമ്മുടെ കഞ്ഞിക്കുള്ള അടുപ്പിൽ തിരി കൊളുത്തുന്ന ചടങ്ങാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഞ്ഞിയുടെ കൂടെ തന്നെ അത്രവ് എന്ന് പറയുന്നൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത്രവ് എന്ന് പറയുന്ന കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പച്ചക്കറി കായ്കറികളൊക്കെ അരിയുകയാണ് ഇവിടെ ഇവരെല്ലാവരോട് ചേർന്ന്. കഞ്ഞിക്കുള്ള അരി ഇടാൻ പോവുകയാണ്. സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, ശരണയ്യപ്പ, ഇളക്കില്ല. നമ്മുടെ കഞ്ഞിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗണപതിക്ക് വെക്കുന്ന ചടങ്ങാണ്. അങ്ങനെ കഞ്ഞി വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഓരോരുത്തർ ഇവിടുന്ന് കുടിക്കുന്നു, കുറച്ചുപേരും വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം അവിടെ തേങ്ങ ഇരിപ്പുണ്ട് ഗൈസ്. ഇവിടെ നെയ്യ് ഉരുക്കുകയാണ്. കണ്ടത് നെയ്യ് സ്വാമിയേ ശരണയ്യപ്പ, ശരണമണി ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കെട്ട് നിറയ്ക്കാനുള്ളതിൻ്റെ പോകാൻ പോവുകയാണ്. ഇരുമുടി നിറയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇരുമുടി നിറയ്ക്കാൻ എന്ന വീഡിയോയിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് ഇരുമുടി നിറച്ച് മലയ്ക്ക് പോകുന്നത്. ഇവിടെ വൃശ്ചിക ചിറപ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ നാമജപങ്ങളാണ് കേൾക്കുന്നത്. ഫ്രണ്ട്സ്, ഓച്ചിറ അമ്പലത്തിൽ വന്നിട്ട് വിനായകനെ തൊട്ട് തൊഴുത് ഓച്ചിറ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് ഇനി ഇവിടുന്ന് KSRTC ബസ്സിലാണ് പോകുന്നത്. ഓച്ചിറ അമ്പലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കെട്ടി ഓച്ചിറ അമ്പലത്തിൽ വന്ന്
ഇവിടുന്ന് വിനായക സ്വാമിയിൽ നിന്ന് ഇനി ഓച്ചിറയിൽ നിന്ന് ഞങ്ങൾ പമ്പയ്ക്ക് ബസ് കയറും. ഇവിടുന്ന് KSRTC ബസ്സിലാണ്. ഞങ്ങളാണ്ട് ഓച്ചിറ KSRTC ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ അയ്യപ്പന്മാർ പോകാൻ വേണ്ടി പമ്പയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുവരെ ബസ്സിങ് എത്തിയില്ല. ബസ് വരും. ഒരുപാട് അയ്യപ്പ ഭക്തന്മാരിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവസാനം നമുക്കുള്ള ബസ് വന്നു. കരുനാഗപ്പള്ളി ഡിപ്പോയിലെ ബസ്സാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട്, ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് 4 സീറ്റ് ബാലൻസ് വന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മൾ പടനില ക്ഷേത്രത്തിലാണ് ഉള്ളത്. പടനില ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഇവിടും ശിവൻ്റെ വിഗ്രഹമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടിയാണിത് കാണുന്നത്. ഇവിടെ ക്ഷേത്രമൊക്കെ ചുക്ക് കാപ്പി അയ്യപ്പ ഭക്തർക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. താണ്ടി ഇവിടെ ഭക്തർക്ക്, ശബരിമലയിൽ പോകുന്ന ഭക്തർക്ക് വിരിവെച്ച് വിശ്രമിക്കാനായിട്ട് ക്ഷേത്രമക വിരിപ്പന്തലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം നമ്മൾ പാടനില ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പന്തളവും കഴിഞ്ഞ് പത്തനംതിട്ട സ്റ്റാൻഡും കഴിഞ്ഞ് നമ്മളിപ്പോൾ ലാഹയിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പന്തളം കഴിഞ്ഞ് പത്തനംതിട്ട കഴിഞ്ഞിരിക്കുകയാണ്. ലാഹയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ നടുക്കൂടെയുള്ള യാത്രയാണ്. ഇപ്പോൾ ഏതാനും കുറച്ച് മിനിറ്റുകൾ കൂടെ കഴിയുമ്പോൾ ലാഹയിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ലാഹയിലെത്തി ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഡ്രൈവർ കൊണ്ട് വണ്ടി നിർത്തി. പക്ഷേ വണ്ടി നിർത്തിക്കൊണ്ട് ഹോട്ടൽ വെറും മോശമായൊരു ഹോട്ടലായിരുന്നു. വെറും പന്ന ഫുഡായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ചത്. അങ്ങനെ ലാഹയിൽ നിന്ന് ഫുഡും കഴിച്ച് നമ്മൾ ഇതാണ്ട് നിലയ്ക്കലേക്ക് എത്തുകയാണ്. നിലയ്ക്ക് പാർക്കിങ്ങിലേക്ക് നമ്മുടെ വണ്ടി കയറുകയാണ്. നിലയ്ക്കൽ മറ്റേ പ്രൈവറ്റ് സ്വകാര്യ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്ന, ശബരിമലയിൽ പോയിട്ട് അതായത് പമ്പയിൽ നിന്ന് തിരിച്ചു വിടുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന നിലയ്ക്കൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ചത് വളരെ മോശമായിരുന്നു. ഇപ്പം നിലയ്ക്കലിൽ ഇനി നിലയ്ക്കൽ കയറിയിട്ട് ഇനി പമ്പയിലോട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത്. ഇത് നിലയ്ക്കൽ പാർക്കിങ്ങിലോട്ടുള്ള വഴിയാണ് അങ്ങോട്ട് കാണുന്നത്. ഇത് നേരെ പമ്പയിലേക്കുള്ള മെയിൻ റോഡിലോട്ടുള്ള വഴിയാണ് നമ്മളിപ്പോൾ തിരിഞ്ഞു പോകുന്നത്. നിലയ്ക്കലോട്ട് എത്തിയപ്പോൾ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ഏതാണ്ട് പമ്പയോട് അടുക്കും തോറും നല്ല മഞ്ഞും നല്ല രീതിയിലുള്ള തണുപ്പും ഉണ്ട്. നിലയ്ക്കലെ ആ ട്യൂബിൻ്റെ വെട്ടത്തിൽ നമുക്ക് കാണാം, മഞ്ഞ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ പമ്പയിലെത്തി. ഇപ്പോൾ സമയം 12:45 1 മണിയോളം ആകുന്നു. നമ്മൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് വെർച്വൽ ക്യൂവിൽ കയറി ബുക്ക് ചെയ്യുകയാണ്, സ്പോട്ട് ബുക്കിംഗ്. ഇവിടെയും നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. പുറയിൽ അറ്റം നിന്നാണ്. ഇപ്പോൾ ഇവിടെ എത്തി. നല്ല തിരക്കാണ്. സ്പോട്ട് ബുക്ക് ചെയ്യുന്നിടത്ത് നല്ല തിരക്കാണ്. നമ്മൾ പമ്പയെ കുളിച്ച് തൊഴുത് ഗണപതി കോവിലിൽ തേങ്ങ മേടിച്ച് മല ചവിട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. നീലിമലയാണിത്, നീലിമല. അടുത്തത് കഴിഞ്ഞാൽ അപ്പാച്ചിമേട്. അങ്ങനെ നമ്മൾ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കാണ്. അയ്യപ്പനെ ദർശിക്കാനുള്ള നല്ലതുപോലെ തിരക്കാണ്. തമിഴന്മാരും ആന്ധ്രക്കാരും കർണാടകക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ അയ്യപ്പ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പം അരവണ കൗണ്ടറിൽ വന്നിരിക്കുകയാണ്. അപ്പവും അരവണയൊക്കെ മേടിക്കാൻ വേണ്ടി. ഇവിടെയും തിരക്കുകളുണ്ട്, എന്നിരുന്നാൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിരക്കാണ്. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തും ഇപ്പം ഈ അരവണ കൗണ്ടർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ച് നമ്മളിവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട്. പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയിട്ട് മലയിറങ്ങാനാണ് നമ്മുടെ ഒരു പ്ലാന്. കുറച്ച് നേരം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വിശ്രമിക്കാൻ വേണം. അങ്ങനെ നമ്മൾ അയ്യപ്പ ദർശനവും മാളികപ്പുറത്തമ്മയും എല്ലാം ദർശിച്ച് നമ്മൾ അപ്പം അരവണ കൗണ്ടറിൽ നിന്ന് അരവണയെല്ലാം മേടിച്ച് അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് നമ്മളിപ്പം പമ്പയിലേക്ക് മല ഇറങ്ങി വരുന്നത്. അപ്പോൾ കുറച്ച് അയ്യപ്പന്മാർ നമ്മുടെ ഈ റൂട്ടിലൂടെ മലയ്ക്ക് പോകുന്നവരുമുണ്ട്, സ്വാമി അയ്യപ്പൻ റോഡ് വഴി. മല കയറുന്നതിനെക്കാട്ടി കഠിനമാണ് മല ഇറങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം ഒരു മരത്തണലിൽ വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. മല കയറുന്നത് വേറെ റൂട്ടിലും മല ഇറങ്ങി വരുന്നത് വേറെ റൂട്ടിലുമാണ്. സെപ്പറേറ്റ് ആണ്.
നമ്മൾ മല ഇറങ്ങി വരുമ്പോൾ വന്യജീവികളെ ആക്രമിക്കരുത് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കരുതെന്നുള്ള ബോർഡ് എല്ലാ ഭാഗങ്ങളും കാണാം. ഇവിടെ സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുള്ള ഒരു എന്തോ കാടുകളാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഈ ശബരിമല മലനിരകൾ എന്ന് പറയുന്നത്. സിംഹവാലൻ കുരങ്ങ് ഒരുപാട് നമുക്ക് ഈ നടന്നു വരുമ്പോൾ നമുക്ക് സിംഹവാലൻ കുരങ്ങിനെ കാണാൻ കഴിയുന്നതാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാം. അങ്ങനെ നമ്മൾ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് വരെ നടന്നു പോകണം. ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിനി KSRTC ബസ് സ്റ്റാൻഡിലോട്ട് നടന്ന് പതുക്കെ നടക്കാം. എന്തായാലും പമ്പ വന്നതല്ലേ, പമ്പ കണ്ടപ്പോൾ ഒരു റീല് ചെയ്യണമെന്ന് തോന്നി, ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് റീലൊക്കെ നമ്മുടെ NG ശ്രീകുമാറിൻ്റെ പാട്ട് വെച്ചൊരു റീലൊക്കെ ചെയ്ത് പിന്നെ കുളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മല കഴിഞ്ഞ് ഇറങ്ങി വന്ന് കുളിക്കുന്ന ഇതുണ്ടല്ലോ, അതുകൊണ്ട് കുളിച്ചില്ല. ഇനി അങ്ങനെ ഒരുവിധം നടന്ന് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ വന്നപ്പോഴാണ് കാഴ്ച. പിന്നെ നമ്മുടെ ഭാഗത്തൊക്കെ, അതായത് കായംകുളം, കരുനാഗപ്പള്ളി, ഓച്ചിറ ഭാഗത്തേക്ക് ഒരൊറ്റ വണ്ടിയില്ല. ഇനി കൊട്ടാരക്കര വണ്ടിക്ക് കയറി അടൂർ ഇറങ്ങുകയാണ് ആകെക്കൂടിയുള്ള ഒരു എളുപ്പവഴി. ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ കൊട്ടാരക്കര വണ്ടി വരും, അതിനകത്ത് കയറുക, അടൂർ ഇറങ്ങുക, അവിടുന്ന് വേറെ വണ്ടി വിളിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ അതേ ഉള്ളൊരു മാർഗം. അങ്ങനെ നമുക്ക് കൊട്ടാരക്കര വഴി പോകുന്നൊരു ബസ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ ബസ്സിന് കയറി അടൂർ ഇറങ്ങി വീട്ടിലെത്തണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് ബാക്കി വന്നതും നോമ്പ് മുറിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലേക്ക് വന്നു. ആണ് വീട്ടിലേക്ക് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു ശബരിമല പോക്കിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടവരെല്ലാവർക്കും നമസ്കാരമുണ്ട്, നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യത്തോടെ പ്രധാനപ്പെട്ട കാര്യമാണ്, അടുത്തൊരു വീഡിയോ നമ്മുടെ ഒരു കോമഡി സ്കിറ്റ് അടുത്തൊരെണ്ണം വരുന്നുണ്ട്. ഉടനെ തന്നെ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അതും എല്ലാവരും കണ്ട് പിന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും കണ്ട് നമ്മുടെ ഒരു ചെറിയൊരു ടീം വർക്കായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉടനെ തന്നെ വരും, റിലീസാവും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ ശബരിമല യാത്രയ്ക്ക് കണ്ടുകൊണ്ട് നിങ്ങൾ വന്ന് നിങ്ങൾക്കും നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഗുഡ് ബൈ. ഓക്കെ കൂട്ടുകാരെ, നമസ്കാരം.